സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ പച്ചടി. അത് പൈനാപ്പിൾ പച്ചടിയാണെങ്കിൽ പിന്നെ പറയേ വേണ്ട. അപ്പോൾ നമ്മൾ സാധാരണ സദ്യ കഴിക്കുമ്പോൾ എരിവും പുളിയും ഒക്കെ കലർന്ന കറീൻ്റെ കൂടെ ഇതുപോലെ മധുരവും പുളിയും ഉള്ള ഒരു കറിയും കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ സദ്യ പൊടി പൊടിക്കും തന്നെ പറയാം. അധികം എരിവില്ലാണ്ട് കുറച്ച് നല്ല മധുരത്തോടു കൂടി കഴിക്കാൻ പറ്റുന്ന ഈ ഒരു പച്ചടി കുട്ടികൾക്ക് പോലും നല്ലപോലെ ഇഷ്ടമാകും. വെറുതെ കോരി കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയല്ലേ. അപ്പോൾ സദ്യയിൽ തയ്യാറാക്കുന്ന പൈനാപ്പിൾ പച്ചടി എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ലാസ്റ്റ് നമ്മൾ വറുത്തിടുന്നതിലാണ് കേട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ ഞാനിതാ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് വാങ്ങിച്ചാൽ കേട്ടോ. അപ്പോൾ ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്ന പിന്നെ നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇനി അത് നല്ലപോലെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ പീസായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കണം. ഇതധികം എരിവില്ലാത്ത കറി ആയതുകൊണ്ട് തന്നെ ഒരു 3-4 പച്ചമുളക് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അധികം മുളക് പൊടിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുക്കറിൽ വേവിക്കാം. ഞാൻ ഈ ചട്ടി തന്നെയാണ് വേവിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് സമയം എനിക്ക് കുക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടി എടുത്തത്. അത് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ മതിയാവും കേട്ടോ. ഈ ഒരു മുളക് പൊടിൻ്റെ ആ ഒരു കളർ വരുമെന്നും ഇതിന് നമുക്ക് വേണ്ട സാധാരണ. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഈ വേവിക്കുന്ന സമയം ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് നമ്മൾ വറുത്തിടുമ്പോൾ കുറച്ചും കൂടിയും ചേർക്കാനുണ്ട്. അതുപോലെ ഇത്തിരി വെള്ളവും കൂടിയും ചേർത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ കുക്കറിൽ വേണമെങ്കിൽ നിങ്ങൾക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ലോണം പഴുത്ത പൈനാപ്പിൾ ആണെങ്കിൽ നിങ്ങൾക്ക് കുക്കറിൽ മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിൽ മതിയാകും കേട്ടോ. ഇതെനിക്ക് അധികം പഴുത്തിട്ടില്ല, അതുകൊണ്ട് ഞാനിത് ഒരുപാട് സമയം വേവിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലോണം പഴുത്ത നല്ല മധുരമുള്ള പൈനാപ്പിൾ ആണെങ്കിൽ പിന്നെ നമ്മൾ അധികം ഇതിലേക്ക് പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കര പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നല്ലോണം പഴുത്ത് തന്നെ എടുക്കണേ. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു 20 മിനിറ്റോളം എനിക്കിത് വേവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ഇതിലേക്കുള്ള തേങ്ങ അത് വേവുന്ന സമയം നമുക്ക് അരച്ചെടുക്കാം. ഒരു 1/2 കപ്പ് തേങ്ങയിലേക്ക് 2 പച്ചമുളക് ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. നമ്മൾ സാധാരണ കണ്ണൂർ ഭാഗങ്ങളിൽ ഈ പച്ചടിക്ക് ജീരകം ചേർത്ത് അരക്കാറില്ല കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളവും ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരക്കുന്നുണ്ട്. പിന്നെ അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടും കൊണ്ടുവരണേ. കടുക് ചേർത്തിട്ട് അരക്കരുത്, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, കയ്പ്പ് രസം ഉണ്ടാക്കും. അതുപോലെ ഇതാ നമ്മളെ പൈനാപ്പിൾ ഇത് അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 20 മിനിറ്റ് എടുത്തിന് കേട്ടോ എനിക്കിത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് കയ്യിൽ വെച്ച് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഇതിൽ നല്ലപോലെ ഇറങ്ങിയിട്ട് പച്ചടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇതിന് നല്ലൊരു കൊഴുപ്പും ഉണ്ടാകും. അതിനുശേഷം ഇതിലെ വെള്ളമൊക്കെ ഒന്ന് കുറച്ച് വറ്റിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തേങ്ങ അരച്ചു കൊണ്ടുവന്നത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയം ഇത്തിരി ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും കുക്ക് ചെയ്തെടുക്കുന്നില്ലേ. അപ്പോൾ പച്ചടി എന്ന് പറയുന്നതിനെ കുറച്ച് കട്ടിയായിട്ടുള്ളൊരു കറി നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ ഒന്ന് കട്ടിയാക്കി എടുക്കണേ. നമ്മൾ ഇലയിൽ വിളമ്പുമ്പോൾ അതിങ്ങനെ ഒലിക്കാണ്ട് അവിടെ നിൽക്കണം. അതാണ് കറക്റ്റ് പാകമായിട്ട് വരേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ചട്ടിയിലാക്കിയത് കൊണ്ട് തന്നെ കുറച്ച് ചൂട് ആറുമ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് കട്ടിയാകും. അപ്പോൾ നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ ഒരു 1/4 കപ്പ് അധികം പുളിയില്ലാത്ത തൈര്, ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്തിട്ട് നല്ലപോലെ ഉടച്ചിട്ട് ഇതിലേക്ക് അങ്ങ് ചേർക്കാം. പച്ചടിയിൽ നമ്മൾ തൈര് ചേർത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ പിരിയാണ്ട് സൂക്ഷിക്കണം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണേ. അപ്പോൾ ആ ഒരു തിള ഒന്ന് അടങ്ങുന്നവരെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇനി നമ്മളിതിലേക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടി ചേർക്കുന്നത് കുറച്ച് ശർക്കര പൊടിയാണ്, അല്ലെങ്കിൽ പഞ്ചസാരയായാലും മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മധുരവും പുളിയും എരിവൊക്കെ എത്രത്തോളം ബാലൻസ് ചെയ്ത് കിട്ടണോ, നിങ്ങൾക്ക് കുറച്ച് മധുരം അധികം വേണമെങ്കിൽ കുറച്ചും കൂടിയും ചേർക്കാം, എരിവ് വേണമെങ്കിൽ കുറച്ചും കൂടിയും ചേർക്കാം. അങ്ങനെ നോക്കിയിട്ട് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിനൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് നല്ലപോലെ തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. ആ ഒരു പച്ചടീൻ്റെ പാകമാകുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പച്ചടി എന്ന് പറയുന്നത് ഇത് അധികം തിളച്ച് പോയാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിത് എന്തായാലും അടുപ്പത്ത് വെച്ച് കുറുക്കിയെടുക്കുന്നതല്ലേ. സാധാരണ തേങ്ങാപ്പാലും തൈരൊന്നും ചേർത്താൽ തിളപ്പിക്കരുത് എന്നാണ് പറയാറ്. പക്ഷേ ഇത് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ അതിന് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വറുത്തിടാം. അപ്പോൾ ഇതിലെ വറവെന്ന് പറയുന്നത് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ നല്ല ബ്രൗൺ കളറാവുന്നവരെ വറുത്തിട്ടിട്ട് ചേർക്കുക കേട്ടോ. അതാണ് ഈ ഒരു പച്ചടീൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് സമയം മൂടി വെക്കാം. അപ്പോൾ ചട്ടിയിൽ ഇരുന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നല്ലോണം കുറുകുക, എന്നിട്ട് നമുക്ക് പാത്രത്തിലേക്ക് അങ്ങ് മാറ്റാം. അതുപോലെ ഇത് കുറച്ച് തണുത്തിട്ട് ഒന്ന് ചെറിയ ചൂട് ആറിക്കഴിയുമ്പോൾ മാത്രം നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുണ്ട്. അതാണ് ഈ പൈനാപ്പിൾ പച്ചടീൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പച്ചടി കഴിക്കുന്ന സമയത്ത് ഈ ഒരു സാധനം കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചേർക്കുന്ന സാധനം എന്ന് പറയുന്നത് മുന്തിരിയാണ്. ഇത് ഏകദേശം ചെറിയൊരു ചൂടോടുകൂടി ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അടുപ്പത്ത് വെച്ച് ചേർക്കരുത്, അപ്പോൾ ഇത് വെന്ത് പോകും. അന്നേരം ആ ഒരു വിചാരിച്ച ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു പച്ചടീൻ്റെ കൂടെ മുന്തിരിയും കൂടിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്